ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ പഴയ ചാനൽ പോയി ഇതൊരു പുതിയ ചാനലാണ്, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് പറയുന്നൊരു വിഷയം ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം കൂടിയാണിത്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവറുകൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചായിരുന്നു. അപ്പോൾ ഈ ബഡ്ജറ്റിൽ 1 കോടി രൂപ സലീം കുമാറിൻ്റെ സ്മാരകാർത്ഥമായി സലീം കുമാറിൻ്റെ സ്മാരകം പണിയാനായി മാറ്റി വെച്ചതായിട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അതാണ് ഇപ്പോഴത്തെ ഒരു വിഷയം. കാരണം പല ആളുകളും വന്ന ആ സംഭവത്തെ എതിർക്കുന്നു. കാരണം സലീം കുമാറിന് ഒരു സ്മാരകം, അതും 1 കോടി രൂപ മുതൽ മുടക്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില യൂട്യൂബേഴ്സ് ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടു. സലീം കുമാറിന് മാറ്റിവെച്ച, അല്ലെങ്കിൽ സലീം കുമാറിൻ്റെ സ്മാരകം പണിയാൻ വേണ്ടി മാറ്റിവെച്ച ആ 1 കോടി രൂപയുണ്ടെങ്കിൽ ഈ ലൈഫ് പദ്ധതി പ്രകാരം ഒരു പാവപ്പെട്ടവർക്ക് 3 സെൻറ്റ് ഭൂമിയും അതിൽ ചെറിയൊരു വീടും പണിത് കൊടുക്കാം. അങ്ങനെ ഒരു കണക്കനുസരിച്ച് ഒരു 10 വീടെങ്കിലും ആ 1 കോടി രൂപയുണ്ടെങ്കിൽ നമുക്ക് പണിത് കൊടുക്കാം എന്ന് പല യൂട്യൂബർമാരും വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ സലീം കുമാറിനെ പോലൊരു ആർട്ടിസ്റ്റിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം എന്താ പറയുക, നല്ലൊരു നടനായിരുന്നു, നല്ല കൊമേഡിയനായിരുന്നു. കൊമേഡിയൻ്റെ അപ്പുറം നാഷണൽ അവാർഡൊക്കെ മേടിച്ച നല്ലൊരു നടൻ തന്നെയായിരുന്നു സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെയോ കഴിവിനെയോ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത്രയും വലിയൊരു പൈസ മുടക്കി അദ്ദേഹത്തിന് സ്മാരകം പണിയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നതല്ലേ നല്ലത് എന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. പിന്നെ സലീം കുമാർ അദ്ദേഹത്തിന് സ്മാരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒരു സ്മാരകം പണിതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു ജസ്റ്റ് ഒരു നമ്മുടെ ശ്രീ മാമുക്കോയയുടെ മകൻ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സ്മാരകമായിട്ട് എന്താ പറയുക, സ്മാരകമായിട്ട് ഒരു ലൈബ്രറിയോ ഒരു ഹോസ്പിറ്റലോ അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും പണിയാണ്. അല്ലാതെ വെറുതെ ഒരു പ്രതിമയോ മറ്റു കാര്യങ്ങളൊന്നും പണിതിട്ട് കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായമായിട്ട് നമ്മുടെ ശ്രീ മാമുക്കോയുടെ മകൻ നിസാർ എന്ന് പറയുന്നൊരു വ്യക്തി പറഞ്ഞായിരുന്നു. പിന്നെ മാമുക്കോയ മരണപ്പെട്ടിട്ട് 3 വർഷമായി. മാമുക്കോയ്ക്ക് ഇതുവരെ ഒരു സ്മാരകമോ കാര്യങ്ങളൊന്നും ഗവൺമെൻറ് കൊടുത്തില്ല എന്നുള്ള പല പരാതികളും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറയണേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നടന്മാർ ഇതേമാതിരി തന്നെ മരണപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ മാമുക്കോയ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ അടുത്ത കാലത്തെ മരണപ്പെട്ടു. ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു സ്മാരകം പ്രത്യേകിച്ച് മാമുക്കോയ്ക്ക് അല്ല, പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക സലീം കുമാറിന് മാത്രം എന്തിനാണെന്നുള്ള ചോദ്യങ്ങളും പല രീതിയിലും ഉയരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിന് 1 കോടി രൂപ മാറ്റി വയ്ക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷേ സലീം കുമാർ എന്ന നടനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നതൊക്കെ ചെയ്യുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു സ്മാരകം സലീം കുമാറിന് മാത്രം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനും സലീം കുമാറും തമ്മിൽ വളരെ അടുത്തൊരു ആത്മബന്ധവും സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ മണ്ഡലത്തിലുള്ളവരാണ്. ഇതൊക്കെ ആയിരിക്കും ഈ ഒരു സംഭവത്തിന് മുതിർന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സലീം കുമാറിന് സ്മാരകം വേണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുക. പക്ഷേ സലീം കുമാർ ഒരു മോശം നടനാണ്, മോശം കലാകാരനാണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. അദ്ദേഹം നല്ല നടൻ തന്നെയാണ്. സ്മാരകത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് പറയാം. ഓക്കെ, ബൈ ഗൈസ്.